ഇസ്രായേൽ ഗാസയെ പട്ടിണിയിലാക്കാൻ തീരുമാനിച്ചാൽ ചെങ്കടലിൽ പ്രതികരിക്കേണ്ടി വരുമെന്ന് ഹൂതികൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഗാസയിലേക്കുള്ള സഹായ വിതരണം പുനരാരംഭിച്ചില്ലെങ്കിൽ ഇസ്രായേലി കപ്പലുകളെ ആക്രമിക്കുമെന്ന് യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഉപരോധം ശക്തമാക്കിയും ഗാസ മുനമ്പിലേക്കുള്ള ഏക വൈദ്യുതി ലൈൻ മുറിച്ചും ഇസ്രായേൽ ഗാസയെ പട്ടിണിയിലാക്കാൻ ലക്ഷ്യമിടുന്നുവെന്ന് ഖത്തറും ജോർദാനും ആരോപിച്ചതിനെ തുടർന്നാണ് ഇസ്രായേലി കപ്പലുകളെ ആക്രമിക്കുമെന്ന് ഹൂതികൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ ശത്രുക്കൾ ഗാസ മുനമ്പിലേക്ക് സഹായമെത്തുന്നത് തടയുന്നത് തുടർന്നാൽ തങ്ങൾ ഇസ്രായേലിനെതിരായ നാവിക പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുമെന്ന് ഹൂതി വിമത നേതാവ് അബ്ദുൽ മാലിക് ഒരു ടെലിവിഷൻ സംപ്രേഷണത്തിൽ പറഞ്ഞു. യമന്റെ ഭൂരിഭാഗവും നിയന്ത്രിക്കുന്ന ഹൂതികൾ ഗാസ യുദ്ധവേളയിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട കപ്പലുകളെയും ചെങ്കടലിലെ മറ്റ് കപ്പലുകളെയും ലക്ഷ്യമാക്കി ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചിട്ടുണ്ട്. ജനുവരിയിൽ വെടിനിർത്തൽ ആരംഭിച്ചപ്പോൾ ഇത് നിർത്തിവെച്ചു. ഗാസയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് 2 മാസം മുമ്പ് നിർത്തിവെച്ച ആക്രമണങ്ങൾ പുനരാരംഭിക്കുമെന്നാണ് ഹൂതികൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിശുദ്ധ റമദാൻ മാസത്തിൽ ഗാസ ഭക്ഷണത്തിനും മറ്റ് അവശ്യവസ്തുക്കൾക്കും കടുത്ത ക്ഷാമം നേരിടുകയാണ്. പ്രഭാത ഭക്ഷണത്തിനും അത്താഴത്തിനും വേണ്ടത്ര ഭക്ഷണമില്ലാതെ വിശ്വാസികൾ നോമ്പനുഷ്ഠിക്കുന്നു. ഇസ്രായേലിന്റെ ഉപരോധം തുടർന്നാൽ വരും ദിവസങ്ങളിൽ ലഭ്യമായ ഭക്ഷണം ഇല്ലാതാകും. ഗാസ പൂർണ്ണ പട്ടിണി നേരിടേണ്ടി വരും. വെടിനിർത്തൽ കരാർ പ്രകാരം പുറത്തുനിന്നുള്ള സഹായം ഗാസയിലേക്ക് എത്തുന്നത് തടയില്ലെന്ന് ഇസ്രായേൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ സഹായം നിർത്തിവച്ചിരിക്കുകയാണ്. ഫിലാഡൽഫിയ ഇടനാഴിയിൽ നിന്ന് പിൻവാങ്ങുമെന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നെങ്കിലും ഗാസയ്ക്കും ഈജിപ്തിനും ഇടയിലുള്ള അതിർത്തി പ്രദേശം ഇസ്രായേൽ ഇപ്പോഴും കൈവശപ്പെടുത്തിയിരിക്കുന്നു. ഇത് സഹായം ഗാസയിലേക്ക് എത്തുന്നത് തടയുന്നുവെന്ന് ഹമാസ് പറയുന്നു. ഈ സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഉപരോധം പിൻവലിച്ചില്ലെങ്കിൽ ചെങ്കടലിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട കപ്പലുകളെ വീണ്ടും ആക്രമിക്കുമെന്ന് യമനിലെ ഹൂതികൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉപരോധം പിൻവലിക്കാൻ 4 ദിവസത്തെ ആദ്യ മുന്നറിയിപ്പ് ഹൂതികൾ നൽകി. ഈ സമയത്തിനുള്ളിൽ ഉപരോധം പിൻവലിച്ചില്ലെങ്കിൽ ആക്രമണം നാളെ ആരംഭിക്കും. നേരത്തെ ഗാസ മുനമ്പിലെ ഇസ്രായേൽ ആക്രമണത്തിനിടെ ഹൂതികൾ ഇസ്രായേലിനെതിരെ ശക്തമായി തിരിച്ചടിച്ചിരുന്നു. അവർ നിരവധി തവണ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും പ്രയോഗിച്ചു. ആക്രമണങ്ങൾ ദിവസങ്ങളോളം തുടർന്നു. ഇസ്രായേൽ നിരവധി മിസൈലുകൾ തടഞ്ഞെങ്കിലും പതിനായിരക്കണക്കിന് ഇസ്രായേലികൾ അർദ്ധരാത്രിയിൽ അഭയകേന്ദ്രങ്ങളിലേക്ക് പലായനം ചെയ്യാൻ നിർബന്ധിതരായി. ചില ഡ്രോണുകളും റോക്കറ്റുകളും ഇസ്രായേലിനെ ആക്രമിച്ചു. ഇത് രാജ്യത്തിന് വലിയ നാശനഷ്ടങ്ങളാണ് വരുത്തിവെച്ചത്. തലസ്ഥാനമായ ടെല്ലവീവിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സ്കൂളുകൾ പൂർണ്ണമായും നശിപ്പിക്കാനും തെക്കൻ റിസോർട്ട് നഗരമായ എയ്ലാത്ത് ഉൾപ്പെടെയുള്ള നഗരങ്ങൾക്ക് നാശനഷ്ടങ്ങൾ വരുത്താനും ഹൂതികൾക്ക് കഴിഞ്ഞു. ഇതിനെ തുടർന്ന് കടലിൽ ഇസ്രായേൽ അനുകൂല കപ്പലുകളെ ആക്രമിച്ച് ഹൂതികൾ അവയെ തിരഞ്ഞുപിടിച്ച് പിടിച്ചെടുത്തു. ഈ ആക്രമണം ആവർത്തിക്കുമെന്ന ഭീഷണിയാണ് ഹൂതികൾ ഇസ്രായേലിനോട് മുഴക്കിയിരിക്കുന്നത്.